ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാനിപ്പോൾ 5:30 കഴിഞ്ഞിട്ട് ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ് രാവിലെ. അപ്പം ഞാനും ഇവിടെ രണ്ടുപേരും പിന്നെ അമ്മയുള്ള അച്ഛനും കൂടെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ പോവാണ്. ചാച്ചി അമ്മയ്ക്കും അന്നക്കുട്ടി അമ്മയ്ക്കും ഇന്ന് ചെക്കപ്പ് ഉള്ള ദിവസമാണ്. അപ്പോൾ അവരെയും കൊണ്ട് തൊടുപുഴ ഹോസ്പിറ്റലിൽ പോകണം. അവിടെ ഞാൻ നേരെ കൊല്ലം പോകും. ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ലിജിമൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ അതിനൊക്കെ നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് തൊടുപുഴ വരെ അവരുടെ കൂടെ കാറിന് പോകാം. അതിനുശേഷം ബസ്സിന് കയറി പോകാം. തൊട്ടടുത്താണ്, സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിന് തൊട്ടടുത്ത് തന്നെയാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഒരുങ്ങുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരെ. അപ്പോൾ ലിജിമോളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. നമ്മൾ കണ്ടിട്ട് ഏകദേശം 1.5 ആഴ്ച ആയെങ്കിൽ പോലും ഫോണിൽ കൂടെ എന്നും വിളിക്കട്ടോ. എന്നും വിളിച്ചാലും 1-2 മണിക്കൂറൊക്കെ ഞങ്ങൾ സംസാരിക്കും. എന്നാലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ടല്ലോ. പിന്നെ എലിക്കുട്ടിയമ്മയും തന്നെയുണ്ട്. എലിക്കുട്ടിയമ്മയ്ക്ക് ചെറിയ സങ്കടമുണ്ട് കേട്ടോ തന്നെയുള്ളതിന്. ഇന്നത്തെ പോലെ അല്ല, ഈ പ്രാവശ്യം ഇച്ചിരി സങ്കടമുണ്ട് കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ കട്ടയ്ക്ക് കൂടെയുണ്ട്. വേഗം തന്നെ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഉള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം കേട്ടോ ഇറങ്ങാനായിട്ട്. നമ്മളൊരു വഴിക്ക് പോവല്ലേ. അപ്പം എന്തായാലും 6 മണി ആവാറായി. 6 മണിക്കാണ് നമുക്ക് പോകേണ്ടത്. എന്തി ക്ലോക്ക് ഹാർഡ്. അങ്ങനെ ചാച്ചിയമ്മ ഒരുങ്ങിയിരിക്കുന്നത്, അവിടെ അന്നക്കുട്ടിയമ്മ ഒരുങ്ങി, രണ്ടുപേരും ഒരുങ്ങിയിരിക്കുക കേട്ടോ ആശുപത്രി പോകാനായിട്ട്. അപ്പോൾ അടിപൊളി കളറാട്ടോ ചാച്ചിയമ്മയുടെ സാരിക്ക്. സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്താണ് ആശുപത്രി പോകുന്നത്. അങ്ങനെ വേണം എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഒരുങ്ങി പോകണ്ടേ അല്ലേ? അതെ. അപ്പോൾ നല്ല തണുപ്പാണ് രാവിലെ. ഞാനൊന്നും പുറത്ത് കാണിച്ചു തരാം. വെളുത്ത് വരുന്നുണ്ടെങ്കിൽ പോലും തണുപ്പ് ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കാണാൻ പറ്റില്ല എങ്കിൽ പോലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത കാലാവസ്ഥ. ഞാൻ ഈ സമയത്തൊന്നും എണീക്കാറും കൂടിയില്ല. ഞാനൊരു 6:30-7 മണി കഴിഞ്ഞിട്ട് എണീക്കാറുള്ളൂ. കാരണം എനിക്ക് തണുപ്പ് ഇവിടെ വന്നാൽ പറ്റിയല്ല. നാട്ടിലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 5 മണിക്ക് 4 മണിക്ക് 3 മണിക്ക് വേണം എണീക്കാം. പക്ഷെ ഇവിടെ 6:30-7 മണി കഴിയാതെ സൂര്യൻ ഉദിക്കാതെ എണീക്കാൻ പറ്റില്ല. അത്ര തണുപ്പാണ് കേട്ടോ. രാവിലെ ഇപ്പോൾ ഡിസംബറും കൂടി ആയതുകൊണ്ട് മഞ്ഞൊക്കെ വീഴും. കറക്റ്റ് സമയം 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് 3 പേരും കൂടി. അച്ഛൻ മേളിൽ നിന്ന് വണ്ടി കൊണ്ട് വന്നു. വണ്ടി കൊണ്ട് വന്നിട്ട് ചാച്ചിയമ്മയും കയറി, അന്നക്കുട്ടിയമ്മയും കയറി. പിന്നെ ലിജിമോക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഷോപ്പറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടാണ് പോകുന്നത്. അതൊക്കെ ഡിക്കിയിലൊക്കെ വെച്ചു. അങ്ങനെ വണ്ടിയിൽ കയറാൻ പോവാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ എടുത്ത് പോക്കാൻ പറ്റില്ലായിരുന്നു. എങ്കിലും ഞാനതൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ പോകാൻ തുടങ്ങുകയാണ്. അങ്ങനെ കയറി. ഞാൻ അപ്പുറത്തോടെ കയറിക്കോളാം. തുമ്പ് സാരിയുടെ സാരി തുമ്പെടുത്തിട്ട്. അങ്ങനെ നമ്മൾ കറക്റ്റ് 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു യാത്ര തുടങ്ങുമ്പോൾ ആദ്യം പോകുന്നത് എവിടെയാ? പെട്രോൾ പമ്പിലല്ലേ. അപ്പം നമ്മളിത് പതിവ് തെറ്റിച്ചിട്ടില്ല, നമ്മളും പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ട്. അതിന് നേരെ യാത്ര തുടങ്ങുകയാണ്. ദേ രാജക്കാടൊക്കെയാണ്. നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. പിന്നെ രാജക്കാട് സിറ്റി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തമായിട്ട് കിടക്കുന്നില്ലേ, ആരുമില്ല. നമ്മുടെ ഏലിക്കുട്ടിയമ്മയൊക്കെ പണിയാൻ വരുന്നത് 7:15 7:30 അടുപ്പിച്ചാണ് രാജക്കാട് വരുന്നത്. അപ്പോഴത്തേക്ക് ഏകദേശം ആൾക്കാരൊക്കെ ആകും. ഈ സമയത്ത് ഞാൻ ട്രാവൽ ചെയ്യാറില്ല കേട്ടോ. വേറൊന്നുമല്ല, എനിക്ക് ഈ സമയത്ത് ട്രാവൽ ചെയ്യാൻ തീരെ ഇഷ്ടമല്ല. ഭയങ്കര തണുപ്പാണേ. കാരണം നമ്മൾ ഇടുക്കിയിൽ നിന്ന് നാട്ടിലേക്ക് ഈ സമയത്ത് പോകുമ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഇത് വെച്ചിട്ട് പെട്ടെന്ന് വൊമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പം എറണാകുളത്ത് നിന്നൊക്കെ വരുന്നതെങ്കിൽ ഇടുക്കിക്ക് വരുന്നതെങ്കിൽ അത്ര പ്രശ്നമില്ല. കാരണം അവിടെ ഒരു ചൂട് പ്രദേശമല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലൈമറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബോഡിക്ക്. പക്ഷേ ഇവിടുത്തെ അതങ്ങനെ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ വരും. പിന്നെ കാറിനായതുകൊണ്ട് മാത്രമാണ് ഞാൻ രാവിലെ ഒരു കൂടെ വരാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എറണാകുളത്ത് പോയാലും കൊല്ലത്തിന് പോയാലും ഏകദേശം ഒരു 11 മണി 12 മണിയായിട്ട് ഉച്ചയായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോരത്തുള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അങ്ങനെ ഞാൻ അടിമാലിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, നിർത്തണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചാൽ മതി, എന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ പോകുന്നത്. വിത്തൗട്ടാ, മധുരം വേണ്ട. ട്രാവൽ ചെയ്യുന്നു.
സാധാ പഞ്ഞ് ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി നിൽക്കുന്ന ഈ സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതെ, വളറ് വെള്ളച്ചാട്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കട്ടൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ. നല്ല ചൂട്, തണുപ്പത്ത് ചൂട് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ. എന്തുവാ ഇപ്പോൾ ചായ തരാം, അന്നേരം മുക്കി കഴിച്ചാൽ മതി. എനിക്ക് വേണ്ട. പല്ല് പാടില്ലാത്തതാണ് ഞാൻ ഡ്രസ് തരാത്തത്. അല്ല ഈ ഇത് തരാത്ത പല്ല് പാടില്ല. ആക്കി വെച്ചോ. ഇനി പിന്നെ കാപ്പിയോ? കാപ്പി. കാപ്പി വിത്തൗട്ട്. പാൽക്കാപ്പിയാണോ? ഒരാളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ദേ പോകുന്ന കുട്ടികളെ ആയിരിക്കുന്നതല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ ഒരാൾ മുങ്ങുന്നുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ദേ ആളാണ് കുരങ്ങച്ചൻ. അപ്പോൾ അവനെയൊക്കെ കണ്ട ശേഷം നമ്മൾ ചായയൊക്കെ കുടിച്ചു. ചായയൊക്കെ കുടിച്ചിട്ട് ചാച്ചിയമ്മയും അന്നക്കുട്ടിയമ്മയും അവരുടെ ടാബ്ലറ്റൊക്കെ കഴിക്കുകയായിരുന്നു വണ്ടിയിലിരുന്ന്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചൂടുവെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ച ശേഷം നമ്മൾ പിന്നെയും യാത്ര തിരിക്കുകയാണ് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് 9 മണിക്ക് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലാണ് നമ്മൾ എത്തിയേക്കുന്നത്. തൊടുപുഴയാണ് കേട്ടോ ഹോസ്പിറ്റൽ. അപ്പോൾ ചാച്ചിയമ്മ ചോദിച്ചു ഇതാണ് ഹോസ്പിറ്റലെന്ന്. കാരണം ചാച്ചിയമ്മ വന്നപ്പോഴും ആകെ വയ്യാണ്ട വന്നേ, പോയപ്പോഴും ആകെ ക്ഷീണമൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും ശരിക്കും ആൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉള്ളിൽ കയറി ടോക്കണൊക്കെ 2 പേർക്കും എടുത്തു. അത് കഴിഞ്ഞ് ചാച്ചിയമ്മേനെ കൊണ്ട് 2nd ഫ്ലോറിലാണ് ഡോക്ടറെ കാണാൻ ചേട്ടായി പോയി, അച്ഛൻ പോയി. ശേഷം ഞാൻ അന്നക്കുട്ടിയമ്മേനെയും കൊണ്ട് അന്നക്കുട്ടിയമ്മേനെ കാണാനുള്ള ഡോക്ടറെ കാണാനായിട്ട് പോവായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ 10 മണിയായിട്ടേ വരത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ മാത്രമല്ല അന്നക്കുട്ടിയമ്മ ഇരുന്നു. കുറച്ച് മുന്നേ അന്നക്കുട്ടിയമ്മേനൊന്ന് മിസ്സായിരുന്നു കേട്ടോ. വേറൊന്നുമല്ല, ഞാനന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും ആളെ കാണാനില്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരക്കി നടന്നിട്ടും കണ്ടില്ല. പിന്നെ പറഞ്ഞു ചാച്ചിയമ്മ അന്നക്കുട്ടിയമ്മ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയതായിരുന്നു എന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ മേളിലേക്ക് അന്നക്കുട്ടിയമ്മയും ഞാനും കൂടെ കയറി പോവുകയാണ് ചാച്ചിയമ്മയുടെയും ചേട്ടായിയുടെ അടുത്തേക്ക്. എന്നിട്ട് ഞാൻ അന്നക്കുട്ടിയമ്മേനെ അവിടെ ഇരുത്തിയിട്ട് തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. 10:30 വരുള്ളൂ, 35 അല്ലേ, ലേറ്റ് ആവും.
10:30 മണിയാവും. എന്നാലും 35 നമ്പർ താമസിക്കുന്നു. ഇവിടെ ഡോക്ടർ വന്നോ? ഈ ഡോക്ടർ വന്നോ? അവിടെ ഞാനങ്ങ് പോട്ടെ, അവർക്ക് കൊല്ലത്തിന് പോട്ടെ. ഞാൻ ഓട്ടോയ്ക്ക് കേട്ടിട്ടുണ്ടോ? പോട്ടെ എന്നാ നിങ്ങളിപ്പോൾ താമസിക്കായിരിക്കുമല്ലോ ചെല്ലാൻ. താരല്ലോ പക്ഷേ ഫുഡ് കഴിച്ചിട്ട് വരാനില്ലെന്നാ. ആയിരിക്കും അപ്പം ഞാൻ അവിടെ ചെന്നല്ല ഞാനങ്ങനെ ഫുഡ് കഴിക്കാറില്ല വണ്ടി. പോട്ടെ എന്നാ എന്നാൽ ഞാനവിടെ പോയിരിക്കാം വിളിക്കുമ്പോൾ. തന്നെ കാണും നേരം. പോട്ടെ അത്രയാവും കുഴപ്പമില്ല. ഡോക്ടർ ഉള്ളതാണ് ഇവിടെ ഇരിക്കും. തന്നെ അവിടെ പോയി ഇപ്പം ഈ ഡോക്ടറെ കണ്ടത് ഇല്ല ശരി. ചേച്ചീനെ കെട്ടിച്ചേക്കുന്ന കൊല്ലത്താ. രാജക്കാട്. അവിടുന്ന് 6 മണിയപ്പോൾ പോന്ന 9 മണിയപ്പോൾ വന്നു. ഇതാണ് കേട്ടോ തൊടുപുഴയിലെ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ എല്ലാ ബസ്സും വരും. ഞാൻ ബസ് കാത്ത് നിൽക്കുകയാണ്. തിരുവനന്തപുരം ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് നിന്നും അടുത്തുകൊണ്ട് ഞാൻ കോട്ടയം ബസ്സിന് കയറി. ഈ സാധനം കൊണ്ട് കയറി ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. എങ്കിലും ഞാൻ കയറി കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ കോട്ടയത്ത് ഇറങ്ങി അവിടുന്ന് ബസ് കയറിയപ്പോഴത്തേക്കും ഒരു ബസ്സിനകത്ത് മൺട്രോത്തുരുത്ത് ടൂറിസ്റ്റ് ഏരിയകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കിയിരുന്നു. നമ്മളങ്ങനെ കൊട്ടാരക്കര ഇറങ്ങി. ഇനി എന്നിട്ട് നമ്മൾ കുണ്ടറ ബസ്സിന് കയറിയിരിക്കുകയാണ്. കുണ്ടറ ഇറങ്ങിയിട്ട് വേണം പോകാൻ. കുണ്ടറ പള്ളിമുക്കിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അയ്യോ ആകെ വയ്യാഞ്ഞിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ട് തന്നെ ആകെ ക്ഷീണമായിട്ട് ഞാൻ അങ്ങ് ഇരുന്ന് പോയി കേട്ടോ. അപ്പോൾ ബസ് വന്ന് പിന്നെ നമ്മൾ സ്റ്റേഷൻ്റെ അടുത്ത് ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോയും പിടിച്ച് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകുന്നത്. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഇരിക്കുന്നവരെ കാണാൻ എന്തെങ്കിലും കഴിക്കണമെന്നാട്ടോ എൻ്റെ പ്ലാന്. എങ്ങനെ അതൊക്കെ ഞാൻ എത്തി കൊണ്ടുവന്ന് കാണിക്കണം വന്നതേ. അമ്മയുടെ സ്പെഷ്യൽ ഞണ്ട് മപ്പാസ്, മീൻകറി, മീൻ വറുത്തതൊക്കെ കൂട്ടി ഞാൻ ചോറങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കൊല്ലം വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം ലിജിമോളെയൊക്കെ കണ്ടുകൊണ്ട്. പിന്നെ ചേട്ടാ ഇവിടെ ഇല്ല, ചേട്ടാ വർക്കിന് പോയിക്കാം. ചേട്ടാ ഇപ്പം എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടായിക്ക് വരാൻ പറ്റിയില്ല, ഇച്ചിരി തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ പോന്നു. പിന്നെ ഈ ലഗേജ് ഉള്ളതുകൊണ്ട് വണ്ടി കയറ്റിയിറക്കൽ ഭയങ്കര പാടായിരുന്നു. എങ്കിലും ഞാൻ പോന്ന് വീട്ടിലെത്തി. പിന്നെ എന്താ പറയുക, ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. ചേച്ചിയമ്മയ്ക്ക് മരുന്ന് മേടിച്ചു. അപ്പോൾ 3 മാസമായിട്ട് ചേച്ചിയമ്മയ്ക്ക് 3 മാസമല്ല അത് കൂടുതലായി നല്ല ചുമയും പിന്നെ ചുമയുടെ കൂടെ തന്നെ കഫക്കെട്ടുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതായപ്പം പിന്നെ അവിടെ അടുത്തുള്ള കരോൾ ഡോക്ടറെ ഞാൻ കാണിക്കുന്ന കാർഡിയോയുടെ ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു ചേച്ചിയമ്മേനെ. അപ്പോൾ കുറച്ചായിട്ട് അതിൻ്റെ മരുന്നൊക്കെ മുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. ഈ കഫക്കെട്ടൊക്കെ അങ്ങ് കൂടി. അപ്പോൾ കഫക്കെട്ടിൻ്റെ കാര്യം ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് TBയുടെ സ്റ്റാർട്ടിങ് ആണെന്ന് മനസ്സിലായത്. ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമില്ല, മരുന്ന് കഴിച്ചാൽ തന്നെ മാറും. അപ്പോൾ എല്ലാവരും ചേച്ചിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിൽ അന്നക്കുട്ടിയമ്മയ്ക്ക് ഹാർട്ടിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അന്നക്കുട്ടിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും രണ്ടുപേരും നല്ല ആരോഗ്യത്തോടു കൂടി മരുന്നൊക്കെ കഴിച്ചിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് മീൻ കഴിക്കാമല്ലോ എന്നുള്ള ഒരാഗ്രഹം കൊണ്ട് തന്നെ ഞാൻ കടയിൽ കയറി ഒരു സാധനവും മേടിച്ചില്ല, കഴിച്ചില്ല. രാവിലെ അവരുടെ കൂടെ ആ കട്ടൻ ചായ മാത്രം കുടിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അത്രയും നേരം ഞാൻ പിന്നെ വണ്ടിക്കകത്ത് കയറിയിട്ട് ഞാൻ തന്നെയും കൂടെ ഉള്ളതുകൊണ്ട് വൊമിറ്റ് ചെയ്താൽ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല, കിടന്നങ്ങ് ഉറങ്ങി ഞാൻ വന്നത് സാധാരണ ഞാൻ അടൂർ വന്നാട്ടോ ഇറങ്ങുന്നത്. ഈ പ്രാവശ്യം ഞാൻ കൊട്ടാരക്കര ഇറങ്ങിയത്. കാരണം ചേട്ടായി വരാമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ചേട്ടായിക്ക് വരാൻ പറ്റാത്തത് ജോലിയുടെ തിരക്കുള്ളതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ലിജിമോളെ കണ്ടു, സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ.
അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥന വേണം കേട്ടോ, ചാച്ചിയമ്മയ്ക്കും അന്നക്കുട്ടിയമ്മയ്ക്കും. കാരണം അവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല, അത്രയധികം സങ്കടമാണ്, അത്രയും സ്നേഹമാണ് അവരോട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനിയുള്ള വീഡിയോസ് ഇത്രയും നാൾ തന്ന സപ്പോർട്ടോടെ പോലെ തന്നെ ഇനിയും അങ്ങോട്ട് മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.